I've never seen it. എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളൊരു പരിഹാരമായിരുന്നു. ഏത് നേരത്താണെങ്കിലും അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ അപ്പോൾ അത് കാരണം മുതൽ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇത് പറ്റുന്നില്ല ഫീലിങ്സ് ഒക്കെ. 2.5 മാസമായിട്ടു. പക്ഷെ അവള് അടിപൊളിയാണ്. ക്യാരക്ടർ വൈസും എന്തിനും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് പോയിട്ട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സൊല്യൂഷനും ഓക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ഒക്കെ ആയിട്ട് പറഞ്ഞു തരും. പോയിട്ട് അപ്രോച്ച് ചെയ്യാനും അടിപൊളിയാണ്. ഇത്രയാണുള്ളത് മനസ്സിലായത്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു മെൻറ്ററായിട്ടായിരുന്നു നമ്മുടെ കൂടെ അത്ര ഓൾമോസ്റ്റ് 2 കൊല്ലമായി ഞാൻ ക്ലാസ്സിലൂടെ വർക്ക് ചെയ്തു. ഇവൻ പറഞ്ഞ പോലെ എന്ത് ചോദിച്ചാലും എന്തിനും ഉത്തരം ഉണ്ടാവും ക്ലാസ്സിൽ. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും. ബെസ്റ്റ് ഓഫ് എല്ലാം പറഞ്ഞിട്ടുണ്ടേ. കാരണം വെച്ചാൽ എന്തോ ഒരു സൊല്യൂഷനാണ്. രണ്ടുപേരാണ് ഞാൻ എല്ലാവരും ഒക്കെയാണ്. പക്ഷെ 2 പേരാണ് എന്റെ ഏറ്റവും ബെസ്റ്റ്. ഒരാൾ പോയി ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ. അപ്പോൾ ആശിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഏറ്റവും മോസ്റ്റ് എന്നെ ഒരു ട്രാക്കിലേക്ക് എന്ന് പറഞ്ഞ പോലെ കാണിച്ചത് ഫവാസാണ്. എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് എന്ത് സാധനമായാലും മൂപ്പറുടെ പണി ഉണ്ടെങ്കിലും അതവിടെ നിർത്തിയിട്ട് പറഞ്ഞുതരാനുള്ള ഒരു മനസ്സുണ്ട്. നെവർ സീ ഇൻക്രെഡിബിൾ. മാഷാഅല്ലാ. ഗോയിങ് ഫോർവേഡ്. എല്ലാ കോഴ്സും ഞങ്ങൾക്ക് എല്ലായിടത്തും നോക്കിയത് ബദലി പ്രവാസമാണ്. അതുപോലെ തന്നെ അവനായിട്ട് എന്ത് സൊല്യൂഷന് പോയാലും എല്ലാവരും പറയുന്ന പോലെ എല്ലാം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് തരും. നല്ലൊരു മെൻറ്ററാണ്. അവൻ്റേതായിട്ടുള്ളൊരു വർക്ക് സ്റ്റൈൽ എല്ലാത്തിനും ഉണ്ട്. റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും അവൻ്റേതായ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് ഉണ്ട്. എല്ലാവർക്കും എന്താ പറയുക ഒരു പ്രചോദനമായിട്ടുള്ളൊരു വർക്ക് സ്റ്റൈലാണ്. അപ്പോൾ അതിന് കരിയറിൽ ഒരു തരുന്നതാണ്. എല്ലാവരും പറഞ്ഞ പോലെ സെയിം എനിക്കും വരാറ്. അങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നത് എന്ത് കാര്യം എപ്പം ഏത് രാത്രി വിളിച്ചാലും അത് പറഞ്ഞിരുന്നു. പേരോളായ ഫോൺ എടുക്കാറില്ല രാത്രി വിളിച്ചാല് നമ്മളെ ടൈമുണ്ട്. ടൈമില്ല. അപ്പം അത് ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് അതിനും പോസിറ്റീവായിട്ടോട്ട് എടുത്താൽ ഞാൻ ജോയിൻ ചെയ്ത പോലെ കാണുന്നതാണെന്ന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം ക്ലിയർ ആയി തരും. ഒരുപാട് കാര്യങ്ങൾ ഉപവാസിൽ നിന്ന് പഠിക്കാൻ പറ്റി. ചെയ്തപ്പോൾ മുതൽ സൽമാനും പ്രവാസിനൊക്കെ കാണാൻ തുടങ്ങി. അതായത് അവർ മെൻറ്ററാണ് അവർ. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചാണ്. മോറോവർ വർക്കിനെക്കാട്ടി കൂടുതൽ ആസ് എ ഹ്യൂമൻ ബീങ് ഈസ് എ പെർഫെക്റ്റ്. ഷോർട്ട് ടേം ബോർഡൊന്നും എനിക്ക് ഞാൻ പറയാനില്ല. കാരണം ഇടയ്ക്ക് വലിയൊരു നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചാണ് മുപ്പരത്ത്. എന്ത് പോയി കഴിഞ്ഞാലും എപ്പോഴും നല്ലൊരു സൊല്യൂഷൻ എപ്പോൾ ഉണ്ടാവും മുപ്പരത്ത്. പിന്നെ എല്ലാ ഫീൽഡിലും നോളേജ് ഉണ്ട്, എല്ലാത്തിനും നോളേജ് ഉണ്ട്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഉണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. So that's it. Accounts guys, there look. Baki, yes, Mr. Rashid. Come on. പോകുന്നത് സൂപ്പർവൈസറായിട്ട്. അപ്പോൾ ആരും പറയാതെ തന്നെ അറിയാം പ്രവാസിൻ്റെ ഒരു ക്വാളിറ്റി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അക്കൗണ്ട്സിൽ ഒരു ലീഡർ ഇല്ലാത്തൊരു ടൈമിൽ
ആക്ച്വലി എന്താ പറയുക ലീഡറിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അത് അവനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ കുറച്ച് ഫേവറേറ്റ് സ്റ്റാഫുകളിൽ എപ്പോഴും ഒരു ലിസ്റ്റിലുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും മിസ് ചെയ്യും. സാമ്പിളിലേക്ക് മാറിയിട്ടുണ്ടാവും. CMA ഇന്ത്യ അല്ല ഇന്ത്യൻ കമ്പനി അല്ല ഫ്യൂച്ചർ പ്രൊഫഷണലായിട്ട്. ഇവന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാല് ഈ പീനൽ മീറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ അടി നടക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഒരു നമ്പർ ഒരു ഫിഗർ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാവും. ഇവൻ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എവിടെയും തട്ടാതെ ഇങ്ങനെ ഒരു നോക്ക് പോകാൻ അത് വലിയൊരു കഴിവാണ്. നിങ്ങൾക്ക് പഠിച്ചാണോ സംശയം? അപ്പൊ നല്ലൊരു ഇതാക്കി പോകും, കാരണം അത് മനസ്സിലാവില്ല. അപ്പം ആ ഒരു കാംനെസ്സും കമ്പോഷറും സത്യത്തിൽ ഞാൻ നേരിട്ടിട്ട് കുറച്ച് ഇന്ററാക്ട് ചെയ്ത ഒരു വ്യക്തികളിൽ പെട്ട ഒരാളാണ് ഫവാസ്. ഫിനാൻസിലെ ബാക്കിയുള്ള ആളുകൾക്ക് മെയിലും അത്രയാണെങ്കിലും MIC മീറ്റിങ്ങിൽ പൊതുവെ ഫവാസിനായിട്ട് ഇരിക്കുമ്പോൾ ആളുടെ ഒരു വലിയൊരു ഗുണം എന്ന് ഞാൻ കണ്ടതെന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ഇത് അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അല്ലെങ്കിൽ ഉടനെ അഡ്മിറ്റ് ശരിയാണ് അത് നോക്കാനുണ്ട്. പലപ്പോഴും ഒരു റിപ്പോർട്ട് ഒരാൾ തയ്യാറാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റം പറഞ്ഞാൽ ആരും പെട്ടെന്ന് അംഗീകരിക്കാറില്ല. അവർ അത്രയും ടൈം എടുത്തിട്ട് അതിനനുസരിച്ച് വരുമ്പോൾ അങ്ങനെ മാത്രമല്ല എന്ത് കാര്യത്തിലും പൊതുവെ പ്രസന്റ് ആയിട്ടുള്ളൊരു നാച്ചുറാണ്. അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ പൊതുവെ അധികാരത്തിൽ കാണാറില്ല. ആ ഒരു പ്ലസന്റ് ആണ് നിങ്ങളെല്ലാവരും ആളെയും ഫസ്റ്റ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത്. ആ പ്ലസന്റ് മൈൻഡായിട്ട് ആൾ ഇരിക്കുമ്പോൾ ആളെ വർക്കിൽ അത് കാണുന്നതുകൊണ്ടാണ് ആള് ഇത്രയും ഗിഫ്റ്റ് ഇത്ര ആളുകൾ നല്ലത് പറഞ്ഞു. മുന്നോട്ടുള്ളൊരു പ്രൊഫഷണൽ ലൈഫിൽ പഠിച്ചവരെല്ലാവരും നമ്മളൊരിക്കലും ഫവാസിനെ പോലെ ആൾക്കാരെ നഷ്ടപ്പെടുത്തരുതെന്നാണ് എനിക്ക് ഈ ഒരു നിൽക്കുമ്പോൾ പറയാനുള്ളത്. നിങ്ങളെ കാരണം ചെയ്ത് ചോദിച്ചാലും പ്രോപ്പറായിട്ടുള്ള ആൻസർ കമ്പ്യൂട്ടറിൻ്റെ നല്ലൊരു കാലിബറാണ്. പിന്നെ സിസ്റ്റത്തിൻ്റെ ഓരോ പൾസ് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ ഒരാൾ കൗൺസിലിംഗ് വേറെ ഇല്ല. 100% വരുന്നുണ്ട്, പഠിച്ചു വരുന്നുണ്ട് ആൾക്കാർ. ബാക്കിയുള്ള ആരൊക്കെയും ഉണ്ട്, അവരെന്ത് ചെയ്യണം? പ്രവാസി പോകുന്നതിന് മുന്നേ പൾസ് അറിയണം. പിന്നെ ഇപ്പോഴും പല ആവശ്യത്തിന് പൾസ് മുമ്പാക്കി നാസർക്കാണ് നമ്മൾ പല ആവശ്യത്തിന് വിളിക്കുന്നത്. അതുപോലെ ഇനിയും ആൾക്കാരൊന്നും വിളിക്കും. അപ്പോൾ ആൻസർ വേറെ കമ്പനിയിലാണെങ്കിലും നമ്മളെന്ത് ചെയ്യണം? ഇപ്പോഴൊരു സപ്പോർട്ടീവ് ആയി. അല്ല, അതിന് അവന്റെ പൾസ് നമ്മുടെ അടുത്തുള്ളത്, അത് പേടിക്കണ്ട. ആ കസ്റ്റമറുടെ പൾസ് അല്ലേ അത് നമ്മുടെ അടുത്ത് പൾസ് ഉള്ളത്. അത് ലോക്കുണ്ട് അതല്ല പറഞ്ഞ, അതിൽ ഞാൻ പറഞ്ഞ റെഫറൻസ് ഇവിടുന്ന് കൊടുത്തതെന്നല്ല. പരിചയം വളരെ കുറവാണ്. 2 മാസത്തിലാണ് ഞാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ പരിചയപ്പെട്ട ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്കൊരു ആൻസർ, അല്ലെങ്കിൽ എല്ലാവർക്കൊരു ആൻസർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത് ടു ബി ഫ്രാങ്ക് ഫവാസ് എന്ന് പറഞ്ഞത് ദ ബെസ്റ്റ് പേഴ്സൺ ഐ ഹാവ് സീൻ ഇൻ ദിസ് ടീം. അതിലൊരു ഫവാസ്. പിന്നെ ചില കേസിൽ ഇപ്പോൾ എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഒരു ഫോണിൽ വെച്ച് ഫവാസിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആൻസറും കിട്ടുമ്പോൾ ഒരു പുതിയ ഇൻപുട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു നഷ്ടമായിരിക്കും ഫവാസിന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനറിയില്ല. ഞാൻ ഇമോഷനായി പോകും. ഞാൻ കാര്യം സത്യം. പിന്നെ ബാക്കിയുള്ള എന്ത് സംസാരിക്കാൻ എനിക്ക് കോൺഫിഡൻ്റ് ആണ്. പക്ഷേ എൻ്റെ കാര്യം ഒരാളോട് പറയാൻ വേണ്ടി ഒരു പ്രശ്നമാണ്. പിന്നെ 2019 ജോയിൻ ചെയ്തു. മാസത്തിൽ വർഷം ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് 2017 സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ അവിടെ മുതൽ 5-6 വർഷത്തോളം സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇനി വരുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്താ പറയുക, അങ്ങനെ പഠിച്ചുകൊണ്ട് പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ നല്ലൊരു ടീമിനെയാണ് മിസ് ചെയ്യുന്നത്. നല്ലൊരു ടീമാണ് എനിക്ക് കിട്ടിയത്. അത്രയും സപ്പോർട്ടാണ്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും എല്ലാ കാര്യത്തിലും. പിന്നെ ഈ പോകുന്നിടത്ത് ഇങ്ങനെ ടീമില്ല, 1 man show ആയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ മിസ്സായിരുന്നു.
കുറെ പിച്ച കിട്ടും. ബില്ലും കറക്റ്റ് പാസ്സാക്കണേ ഞാൻ. ഞാനൊരു ബേസ് അക്കൗണ്ടന്റ് ആയിട്ടാണ് പറഞ്ഞത്, അതായത് നോർമൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട്. അതിന് എല്ലാ ഡിവിഷനിലും ജോഷി പറഞ്ഞ പോലെ എല്ലാ ഡിവിഷനിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അത് ഓരോരുത്തർ നാട്ടിൽ പോകുമ്പോൾ റിലീവറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാ മേഖലയും ഫിനാൻസ് നമ്മുടെ കമ്പനിയിൽ. പിന്നെ നാസർക്ക നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അമീർ സർ, റാഷി, എല്ലാവരും കുറേ കാര്യങ്ങൾ MS മീറ്റിംഗിൽ കുറേ കാര്യങ്ങൾ അമീർ സാറായിട്ട് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ കാണിക്കുന്നത്. പല റേഷ്യോസും അമീർ സർ പറഞ്ഞിട്ടാണ് ഇൻപുട്ട് എടുത്ത് ഞാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ പഠിക്കാൻ പറ്റും. റാഷിയ എന്താ പറയുക, എന്നൊരു എന്താ പറയുക, ഒരു ബ്രദർ എന്നുള്ളൊരു ശരിയായിട്ടാ. I love it.